ഇസ്രയേലിലേക്ക് ആക്രമണം തുടർന്ന യമനിലെ ഹൂതികൾ ഇറാനിലെ ടെഹ്റാൻ സർവകലാശാല ആക്രമിച്ചതിന് തിരിച്ചടിയായി ഇസ്രയേൽ അമേരിക്കൻ സർവകലാശാലകൾ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ് വന്നു. BPI ജെയിംസ് തത്സമയം വീണ്ടും ചേരുന്നു. പറയൂ ജെയിംസ്, യഥാർത്ഥത്തിൽ സർവകലാശാലകളിലേക്ക് നീളുകയാണോ യുദ്ധം? ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെഹ്റാനിൽ, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ തീമഴ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ടെഹ്റാനിലെ സർവകലാശാല ആക്രമിച്ചിരിക്കുന്നു. ആണവ നിലയത്തിന്റെ പ്രദേശത്ത് ആക്രമണങ്ങൾ നടക്കുന്നു. അവരുടെ സൈനിക കേന്ദ്രങ്ങളോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. അവരുടെ മരണസംഖ്യ കൂടുകയാണ്. ഇപ്പോൾ കൂടുതലായിട്ടുള്ള സംഖ്യകൾ വരുന്നില്ല. എന്തായാലും 2000-ലേറെ പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അവരംഗീകരിച്ച റിപ്പോർട്ടുകൾ 1500-നും 2000-നും ഇടയ്ക്കാണ്. 2000-ൽ താഴെ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ മരണസംഖ്യ അതിനേക്കാൾ കൂടുതലായിരിക്കാം. പക്ഷേ വെറുതെ ഇരിക്കുന്നില്ല ഇറാൻ ഇപ്പോഴും ടെല്ലവീവിൽ, അതുപോലെ തന്നെ പുണ്യനഗരമായ ജെറൂസലമിൽ, ഇന്ന് ഓശാന ഞായറാണ്, അതിൻ്റെയൊക്കെ ഇതിനിടയിലും ജെറൂസലമിൽ വലിയ രീതിയിൽ വന്ന് ഇത് വീഴുന്നുണ്ട്. അതിനിടയിലാണ് ഹൂതികൾ, യമനിലെ ഹൂതികൾ ഇന്നലെയാണ് ആദ്യമായിട്ട് ആക്രമണം തുടങ്ങിയത്, ഇന്നലെ വൈകിട്ട്. അപ്പോൾ അത് വീണ്ടും ആക്രമിച്ചിരിക്കുന്നു. ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ യമനിൽ നിന്ന് അയച്ചിരിക്കുന്നു. അത് പലതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പലതും വന്ന് വീഴുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. യമനിലെ ഹൂതികൾ ഇറാന്റെ പ്രോക്സികളായിട്ട് അറിയപ്പെടുന്നവരാണ്. ഹെസ്ബുള്ള ലെബനോനിൽ, അതുപോലെ തന്നെ ഹമാസ് ഗസയിൽ, പാലസ്തീനിൽ. അപ്പോൾ ഈ മൂന്ന് അവരുടെ ആംസ് എന്നറിയപ്പെടുന്ന ആംസ് ഓഫ് റെസിസ്റ്റൻസ്, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്നവർ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇസ്രായേലിനെതിരെ 3 പേരാണ് ഇപ്പോൾ ആക്രമിക്കുന്നത്. ഒന്ന് ഇറാൻ, പിന്നെ ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ള, യമനിൽ നിന്ന് ഹൂതികൾ. അപ്പോൾ അതൊരു മൾട്ടി ഫ്രണ്ടിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ വാണിംഗ് കൊടുത്തിരിക്കുന്ന ഹൂതികൾക്ക് ഞങ്ങൾ തിരിച്ചടിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ മണിക്കൂറുകളിൽ യമനിലെ ഹൂതികൾക്ക് നേരെ ആക്രമണം നടക്കും. അവർ ബാബ മാൻഡലീബ് എന്ന ചെങ്കടലിൻ്റെ കവാടം തടയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുകൂടി ആരംഭിച്ചാൽ ഈ ഗ്ലോബൽ എക്കണോമി, ആഗോളതലത്തിലുള്ള വിപണി അത് വല്ലാത്ത രീതിയിൽ ബാധിക്കും. അതിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയതിൻ്റെ വാർത്തകൾ വരുന്നു. ഖത്തറിൽ, കുവൈറ്റിൽ, UAE-യിൽ, അതുപോലെ തന്നെ സൗദി അറേബ്യയിലൊക്കെ ആക്രമണം നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് വളരെ വിശദമായ റിപ്പോർട്ടുകൾ പിന്നീട് വരും. സ്വാഭാവികമായിട്ടും ഇത് ഇറാൻ ഫൈറ്റിംഗ് സ്പിരിറ്റിൽ തന്നെ നിൽക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കൊല്ലപ്പെട്ടിട്ടും അവരടങ്ങുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.